മതനേതാക്കൾ ദൈവപുത്രനെതിരെ പദ്ധതി ഒരുക്കുന്നു. എല്ലാ മതത്തിലുള്ളവരും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സ്നേഹം അപ്രത്യക്ഷമാകുമ്പോൾ മതം മൂർച്ചയേറിയ ആയുധം പോലെയാകും. അത് മനുഷ്യരെ മുറിവേൽപ്പിക്കും, രക്തം വീഴ്ത്തും. അസൂയയുടെ ഭ്രാന്തം ആണ് സംഭവിച്ചത്. നമുക്കിടയിലും ഉണ്ട്. വെറുതെ അനാവശ്യമായ അസൂയയ്ക്ക് വളമിട്ട് കൊടുക്കരുത്. ചില നേരത്ത് നിന്റെ മൗനം വാചാലമാകും. നിന്റെ നിശബ്ദതയിൽ നിന്റെ നേരെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ കഥയായി ഈശോയുടെ പീഡാനുഭവത്തെ ചുരുക്കി കളഞ്ഞേക്കരുതെന്ന്. ഇത് ആത്മീയ അന്ധതയുടെ വിഷയമാണ്. അപ്പുറത്ത് കർത്താവ് നമുക്ക് വാങ്ങിത്തരുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനങ്ങളെ തകർക്കുന്ന രക്ഷയുടെ അനുഭവമാണ് കർത്താവ് തരുന്നതെന്ന്. ഈ ധ്യാനം നമുക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എടുക്കാം. ഒരു കുടുംബമാകുന്നത് അതിൻ്റെ മേൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ നിയന്ത്രണം കൊണ്ട് മാത്രമല്ല. നിങ്ങളുടെ മക്കളെ നിയന്ത്രിച്ച് പ്രാർത്ഥിപ്പിക്കരുത്, വല്ലാണ്ട് ടോർച്ചർ ചെയ്യരുത്. അങ്ങനെ ടോർച്ചർ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ വേണ്ടെന്ന് വെച്ചായിരിക്കും അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുങ്ങൾക്ക് ദൈവത്തെ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാനും ഇഷ്ടമാണ്. പക്ഷെ അവർക്കറിയാം ഇത് ട്രംപ് കാർഡാണ്, ഇത് തുറുപ്പ് ചീട്ടാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. നോമ്പുകാല ധ്യാനം ഫീഡ് മൈ ഷീപ്പ് ടീം നിങ്ങൾക്കായി ഒരുക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സ്ലീവായിലേക്ക് യാത്ര ചെയ്യാം. പരസ്പരം ചേർത്ത് പിടിക്കാം. ഒരുപക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇത് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മുടെ ധ്യാനത്തിലും നമ്മുടെ പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് ഇടം കൊടുത്ത് അവരെയും ഈ യാത്രയുടെ കൂട്ടായ്മയുടെ ഭാഗമാക്കാം. ഇന്നലെ യൂദാസിൻ്റെ ചുംബനമാണ് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് സങ്കടത്തിൻ്റെ തന്നെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചുംബനം കൊണ്ട് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത് ഇന്നലെ നമ്മൾ ചിന്തിച്ചെങ്കിൽ, ഇന്ന് നിഷ്കളങ്കനെ എല്ലാവരും കൂടെ ചേർന്ന് വിധിക്കാൻ ശ്രമിക്കുന്നതാണ്. നിഷ്കളങ്കൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ്. അതാരാണ് ചെയ്യുന്നത്? അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ധ്യാനം. അത് പാപികളല്ല, അത് വിജാതീയരല്ല ചെയ്യുന്നത്. പിന്നെയോ സ്വന്തം ജനം, പ്രത്യേകിച്ച് മതാധികാരികൾ, റിലീജിയസ് അതോറിറ്റി. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ഈശോ സാൻഹെദ്രീൻ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. ജീസസ് ബിഫോർ സാൻഹെദ്രീൻ. ദൈവത്തിൻ്റെ പ്രതിരോധകർ എന്ന് സ്വയം കരുതുന്നവർ, ദോസ് പീപ്പിൾ ഹു കൺസിഡർ themselves as defenders of God, is now raising their voice in condemnation towards the Son of God. ദൈവപുത്രന് നേരെ കുറ്റം ആരോപിക്കുന്നവരായി ദൈവത്തിൻ്റെ പ്രതിരോധകർ എന്ന് കരുതുന്നവർ മാറുന്നു. എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ആത്മീയ അപകടമുണ്ട്. ശരിക്കും നമ്മൾ ഈശോയുടെ പീഡാസഹനം ധ്യാനിച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്നൊരു അത്ഭുതവും ഭയവുമാണത്. മതനേതാക്കൾ കർത്താവിനെതിരെ, ആർക്കെതിരെ? ദൈവപുത്രനെതിരെ പദ്ധതി ഒരുക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു. ഇത്തരം ഒരു ആത്മീയ അപകടം നമ്മുടെ കാലത്തും ഉണ്ടാകും. ഇത് നമ്മളിപ്പോൾ ഉടനെ ഓർത്തേക്കരുത് മതനേതാക്കൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. നമുക്കെല്ലാവർക്കും ഈ അപകടമുണ്ട്. ഈ അപകടത്തിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറയാം. ഒന്ന്, ഒരു ആത്മീയ അഹങ്കാരം, സ്പിരിച്വൽ പ്രൈഡ്. ഞങ്ങളാണ് മുകളിൽ എന്നൊരു തോന്നലുണ്ടായി തുടങ്ങുമ്പോൾ ഇത് വരും. രണ്ട്, ഹാർഡൻഡ് ഹാർട്ട്സ്, കഠിന ഹൃദയം. സത്യത്തിന് നേരെ തുറക്കാത്ത ഒരു കഠിന ഹൃദയം ഈ അപകടത്തിലേക്ക്, കർത്താവിനെ കുറ്റം ആരോപിക്കുന്ന അപകടത്തിലേക്ക് നമ്മളെ നയിക്കും. അടുത്ത ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ. നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു. ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് നമ്മൾ ധ്യാനിച്ച് വരുമ്പോൾ വീണ്ടും ഇത് പറയും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്രിപ്പ് പോകുന്നു, ആ അപകടം. അടുത്തത്, യൂസിങ് ഗോഡ് ആസ് എ കവർ ഫോർ സെൽഫ് ഇൻട്രസ്റ്റ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ദൈവത്തെ മറയാക്കുന്നു. ഇതൊക്കെയാണ് അന്ന് ഈ മതനേതാക്കൾക്ക് പറ്റിയ അപകടം. ഇത് നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കും നമുക്കും വിശ്വാസികൾക്കും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഈ ഒരു അപകടം. ഇതിൻ്റെ അടരുകൾ, ഇതിൻ്റെ ചില ഫ്രാഗ്മെൻറ്റ്സ് നമ്മളിലേക്കുമൊക്കെ വീണ് കിടപ്പുണ്ട്. ഇത് പറയുമ്പോൾ ഓർത്തേക്കാണ്, ദിസ് ഇസ് നോട്ട് എ കണ്ടംനേഷൻ ടു ജുദൈസം. ഇത് യഹൂദ സമൂഹത്തെ മുഴുവൻ നമ്മൾ അങ്ങനെ കാണുകയല്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന അപകടത്തിലേക്ക് പോകരുത്. കാരണം ഈശോ തന്നെയും ഒരു നല്ല യഹൂദനായിരുന്നു. ഹീ വാസ് എ ഫെയ്ത്ത്ഫുൾ ജ്യൂ.
യഹൂദ നിയമങ്ങൾ നന്നായി പാലിച്ചവൻ, യഹൂദ ആരാധനാ രീതികൾ ഏറ്റെടുത്തവൻ, ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്നവൻ, സിനഗോഗിൽ പോയിരുന്നവൻ ഒക്കെയായിരുന്നു ഈശോ. അതുകൊണ്ട് യഹൂദ മതത്തെ അടച്ചാക്ഷേപിക്കുകയല്ല, മറിച്ച് മത നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയെ നമ്മൾ ധ്യാന വിഷയമാക്കി നമുക്കത് തിരുത്തലായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ ആത്മശോധനയോടെ വിലയിരുത്തേണ്ട ഒരു ടോപ്പിക്കാണിത്. മതവിശ്വാസികളായ ദൈവവിശ്വാസികളായ നമ്മൾ, ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, നമ്മളെല്ലാ മതങ്ങളും എല്ലാ മതത്തിലുള്ളവരും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: റിലീജിയൻ ക്യാൻ ബിക്കം എ ഡേഞ്ചറസ് വെപ്പൺ വെൻ ലവ് ഡിസപ്പിയേഴ്സ്. റിലീജിയൻ ക്യാൻ ബിക്കം എ ഡേഞ്ചറസ് വെപ്പൺ വെൻ ലവ് ഡിസപ്പിയേഴ്സ്. സ്നേഹം അപ്രത്യക്ഷമാകുമ്പോൾ മതം മൂർച്ചയേറിയ ആയുധം പോലെയാകും. സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത, സ്നേഹത്തിനിടമില്ലാത്ത, ക്ഷമിക്കാൻ ഓർമ്മിപ്പിക്കാത്ത, കരുണ കാണിക്കാത്ത, സ്നേഹത്തിൻ്റെ വർണ്ണങ്ങളില്ലാത്ത ഒരു മതം. നമ്മളങ്ങനെ ആയിപ്പോകരുത്. സ്നേഹമില്ലാത്തിടത്തും മതം ആയുധമാണ്. അത് മനുഷ്യരെ മുറിവേൽപ്പിക്കും, രക്തം വീഴ്ത്തും. അതുകൊണ്ട് അത് നമ്മുടെ കാലത്ത് നമുക്കിടയിൽ സംഭവിക്കാതിരിക്കാൻ ജാഗ്രതയുണ്ടാകണം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് 14:55, 14:61, 62 ഈ ഭാഗത്തൊക്കെയാണ് ഈ ന്യായാധിപ സംഘം, സാൻഹെദ്രീൻ സംഘം കർത്താവുമായിട്ട് കർത്താവിനെ വിധിക്കുന്നത്, കർത്താവിനെ വിചാരണ ചെയ്യുന്നത്. ഈ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് സമയം പോലെ നോക്കണം. ഇവിടെ ജീസസ് വാസ് നോട്ട് കണ്ടംഡ് ഫോർ ക്രൈംസ്. അതാണ്, ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിലല്ല കർത്താവിൻ്റെ മേൽ അവർ കുറ്റാരോപണം നടത്തുന്നത്, വിചാരണയ്ക്ക് വിധേയനാക്കുന്നത്. മറിച്ച് അവൻ ദൈവിക സത്യങ്ങളെ വെളിപ്പെടുത്തി. അതാണ് കർത്താവിൻ്റെ നേരെ ആരോപിക്കപ്പെടുന്ന കുറ്റം. ദൈവദൂഷണം പറഞ്ഞു എന്ന് അവരതിനെ വ്യാഖ്യാനിക്കുമ്പോഴും ദൈവിക കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചു. പഴയ നിയമത്തിൽ ഇതിന് സമാനമായ കാഴ്ചകൾ ഇഷ്ടം പോലെയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പഴയ നിയമത്തിൽ ആവർത്തിച്ച് വരുന്ന ഒരു പാറ്റേണിൻ്റെ ക്ലൈമാക്സ് ആണ് ഈശോയിൽ കണ്ടത്. ഏതാത്? പ്രവാചകന്മാരോട് ഇസ്രായേൽ എടുത്ത സമീപനം. പ്രവാചകന്മാരെ ദൈവം അയക്കുന്നു, ജനം പ്രവാചകരെ എതിർക്കുന്നു, അവരെ ഇല്ലായ്മ ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ദേ വർ റെസിസ്റ്റഡ് ആൻഡ് ഫൈനലി റിജക്റ്റഡ്. അപ്പോൾ പ്രവാചകന്മാരെ സ്വീകരിക്കുന്നില്ല. അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഈശോയോട് അവർ ചെയ്യുന്നത്. ഏലിയ വാസ് 100, വേട്ടയാടപ്പെട്ടു. 1 രാജാക്കന്മാർ 19. ജെറമിയ ബീറ്റൻ ആൻഡ് ഇംപ്രിസൺഡ്, അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജെറമിയ 20. സഖറിയ ദേവാലയത്തിൻ്റെ വിചാരണയിടത്ത് അവിടെ കൊല്ലപ്പെടുകയാണ് സഖറിയ ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഈശോ വിലപിക്കുന്നില്ലേ? നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷം 23-27. ഇതൊക്കെ ഓർത്തിട്ടാണ് ഈശോ വിലപിക്കുന്നത്. തനിക്ക് സംഭവിക്കാതിരിക്കുന്നത് കൂടെ കൂട്ടി. ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും തന്നിലേക്ക് അയക്കപ്പെടുന്നവർക്ക് മേൽ കല്ലെറിയുകയും ചെയ്യുന്നവളെ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ എത്രയോ ഹൃദയപൂർവ്വം ആഗ്രഹിച്ചു. ആ വിലാപത്തിൻ്റെ അവസാനമാണ് ഈശോയ്ക്ക് നേരെയും ഉയരുന്ന ഈ കുറ്റാരോപണങ്ങൾ. ഇനി ഇത് പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് സങ്കീർത്തനത്തിലെ കിടപ്പുണ്ട്. തെറ്റായ ആരോപണങ്ങൾ, പരിഹാസം, ഗൂഢാലോചന. അത് സങ്കീർത്തനം 2:2, സങ്കീർത്തനം 22:7-8 വരെ. ഒപ്പം തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന സഹനദാസന്റെ എപ്പിസോഡിലും ഇതിന് സമാനമായത് കാണാം. അത് യെശയ്യാ 53:8. രക്ഷാകര ചരിത്രത്തിൽ ഈ സാൻഹെദ്രീൻ സംഘത്തിൻ്റെ ഗൂഢാലോചനയ്ക്ക്, വിചാരണയ്ക്ക് ഉള്ള റോൾ എന്താണ്? അതായത് പഴയ ശൈലികൾ, പഴയ നിയമങ്ങൾ അതൊക്കെ പുതിയതായി മാറ്റപ്പെടണമായിരുന്നു. കർത്താവിൽ അതൊക്കെ പൂർത്തിയാക്കപ്പെടണമായിരുന്നു. പക്ഷേ ഇവർ ആ അധികാരത്തെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ, പ്രിസർവേഷൻ ഓഫ് പവർ, സത്യത്തിന് മുകളിൽ ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും, ഒന്നുകിൽ അത് അറിയാൻ ശ്രമിക്കാതെ, അറിഞ്ഞിട്ടും നിഷേധിച്ച് തങ്ങളുടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നു. ആ അപകടമാണ്. അത് അപകടം രക്ഷയ്ക്കെതിരെയുള്ള നമ്മുടെ നിലപാടായിട്ട് മാറുമെന്ന് തിരിച്ചറിയണം. ഇത് ആരും ചിന്തിക്കരുത്, ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം, കേവലം മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇതൊരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിൻ്റെ ടോപ്പിക്കാണ്. ഇത് ആത്മീയ അന്ധതയാണ്. ദ ക്രോസ് എക്സ്പോസസ് ദ സിക്നസ് ഓഫ് റിലീജിയൻ വിത്തൗട്ട് ലവ്. കുരിശ് വെളിപ്പെടുത്തുന്നത് സ്നേഹമില്ലാത്ത മതത്തിൻ്റെ രോഗാവസ്ഥയാണ്. ക്രോസ് എക്സ്പോസസ്
ദ സിക്നസ് ഓഫ് റിലീജിയൻ ദറ്റ് എക്സിസ്റ്റ് വിതൗട്ട് ലവ്. സ്നേഹമില്ലാത്ത മതങ്ങളുടെ സ്നേഹമില്ലാത്ത വിശ്വാസത്തിൻ്റെ കപടത കുരിശ് വെളിപ്പെടുത്തുന്നു. അതിൻ്റെ രോഗാവസ്ഥ സ്ലീവ കുരിശ് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിലെ തിയോളജിക്കൽ ട്രൂത്ത്സ് കുറച്ചൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ ഉണ്ടല്ലോ, അത് ഇനി ഞാൻ അവസാനം പ്രാക്ടിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പറയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഇതിനകത്തൊക്കെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈശോ എന്താ ചെയ്തത്? ഈശോ അവരുടെ കൺട്രോളിനെ ത്രട്ടൻ ചെയ്തു. ഇവരുടെ ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തെ കർത്താവ് ചോദ്യം ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ പഠിപ്പിലൂടെ. അപ്പോൾ നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ അനീതി കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയേണ്ടത്: ഫിയർ ബിക്കംസ് ദ സോയിൽ ഓഫ് ഇൻജസ്റ്റിസ്. ഫിയർ ബിക്കംസ് ദ സോയിൽ ഓഫ് ഇൻജസ്റ്റിസ്. സത്യത്തെ ഭയക്കുന്നവർ മെല്ലെ അനീതി കൊണ്ട് സത്യത്തെ വേട്ടയാടാൻ തുടങ്ങും. ഇത് നമുക്കിടയിലൊക്കെ സംഭവിക്കും. തനിക്ക് നേരെ വരുന്ന സത്യത്തെ ഭയപ്പെടുന്നവർ, ആ സത്യത്തെ ഫേസ് ചെയ്യാൻ തൻ്റെ ഇടമില്ലാത്തവർ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അനീതിയാണ്. അനീതി കൊണ്ട് സത്യത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നവർ. ഈശോ ഇവരുടെ ആന്തരികമായ കറപ്ഷനെ, അതിൻ്റെ മാലിന്യത്തെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചു. അതവർക്ക് പിടിച്ചില്ല. ചിലപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും. കർത്താവ് നമ്മുടെ ആന്തരികതയിലേക്ക് വരുമ്പോൾ വി ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. പുറത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നേക്ക്, അകത്തോട്ടൊന്നും വരണ്ട. അകത്തേക്ക് കർത്താവ് പ്രവേശിച്ചു. വിശ്വാസത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കർത്താവ് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ, പ്രബോധനങ്ങൾ കൊണ്ട് അതിൻ്റെ അകത്തളങ്ങളെ വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ദേ വർ ഒഫൻഡഡ്. അവർ കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ നമ്മുടെ കാലത്തും നടക്കുന്നുണ്ട്. നടക്കാതിരിക്കാൻ ശ്രദ്ധയുണ്ടാകണം. പിതാക്കന്മാർ, ക്രിസോസ്തം പിതാവ് പറയുന്നൊരു കാര്യം, ഉപയോഗിക്കുന്ന വാക്ക് ദ മാഡ്നസ് ഓഫ് എൻവി. അസൂയയുടെ ഭ്രാന്ത് ആണ് സംഭവിച്ചത്. അതായത് എല്ലാവരും കർത്താവിൻ്റെ പുറകെ പോകുന്നു. അവൻ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അസൂയ ജനറേറ്റ് ചെയ്യുന്നു. അസൂയ ഭ്രാന്തായിട്ട് മാറുന്നു. നമുക്കിടയിലും ഉണ്ട്. വെറുതെ അനാവശ്യമായ അസൂയയ്ക്ക് വളമിട്ട് കൊടുക്കരുത്. മറ്റുള്ളവരുടെ ഒരു അസൂയ അകത്ത് കൊണ്ടുവരരുത്. അത് കൊണ്ടുവന്നാൽ നമ്മളറിയാതെ ഈ അസൂയ നമ്മളെ ഭ്രാന്തരാക്കി മാറ്റും. ആ ഭ്രാന്ത് ബാധിച്ചൊരു സാൻഹെദ്രിൻ സംഘത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അസൂയ മൂത്ത് ഭ്രാന്തായി പോയവർ. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് ഈ നിയമജ്ഞരെക്കുറിച്ച്, ഈ വിചാരണക്കാരെക്കുറിച്ച് ഒക്കെ പറയുന്നത്, they read the law but did not recognize the lawgiver. അവർ നിയമം വായിച്ചിട്ടുണ്ട്, പക്ഷെ നിയമദാതാവിനെ തിരിച്ചറിയാൻ അവർ കഴിയാതെ പോയി. ചിലപ്പോൾ അങ്ങനെയായി പോകും. വിശ്വാസം കേവലം നിയമപുസ്തകം മാത്രമായി ചുരുങ്ങിപ്പോകരുത്. നിയമപുസ്തകത്തിനപ്പുറത്ത് നിയമദാതാവായ ദൈവത്തെ കാണാൻ, കർത്താവിനെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് കേവലം ഒരു ചട്ടക്കൂടും ചിട്ടവട്ടവും മാത്രമായി വിശ്വാസവും മതവുമൊക്കെ മാറിപ്പോകും. ഒരിജൻ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരിജൻ വ്യാഖ്യാനിക്കുന്ന മുഴുവൻ കർത്താവിൻ്റെ നിശബ്ദതയെക്കുറിച്ചാണ്. അധികാരമുള്ള നിശബ്ദത. അധികാരം എപ്പോഴും വാക്കുകൾ കൊണ്ട് പ്രയോഗിക്കണമെന്നില്ല. ചില നേരത്തെ നിശബ്ദത പോലും അധികാരത്തിൻ്റെ തെളിവാണ്. ആ നിശബ്ദതയെ അവർ ഭയക്കുകയും ചെയ്യും. ഏറെ ആരോപണങ്ങൾ തനിക്ക് നേരെ ഉയർന്നപ്പോഴും കർത്താവ് അവരെ തോൽപ്പിച്ചത് മൗനം കൊണ്ടാണ്. ചില നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഈ നിശബ്ദത വാക്കുകളേക്കാൾ ആധികാരികമായി സംസാരിക്കുന്ന നേരം വരും. അതുകൊണ്ട് എപ്പോഴും വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാനും വാക്കുകൾ കൊണ്ട് നമ്മളെ തന്നെ പ്രതിരോധിക്കാനും ശ്രമിക്കണമെന്നില്ല. ചില നേരത്ത് നിന്റെ മൗനം വാചാലമാകും. നിന്റെ നിശബ്ദതയിൽ നിന്റെ നേര് വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. ഇനി പഠിപ്പീരുകൾ. കത്തോലിക്കാ സഭയുടെ പഠിപ്പീര് CCC 574-576. അവിടെ ഈശോ ഈ മത നേതൃത്വത്തെ എതിർത്തതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിപ്പിച്ചു തരുന്നുണ്ട്. CCC 595. അതിനകത്ത് പറയുന്നത്, പ്രത്യേകം സഭ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. നോട്ട് ഓൾ Jews ആർ റെസ്പോൺസിബിൾ. ദ പാഷൻ കനോട്ട് ബി ചാർജ്ഡ് ടു ഓൾ. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെ പോലും നമുക്കിടയിൽ യഹൂദര് പാപികൾ, യഹൂദര് കർത്താവിനെ ക്രൂശിച്ചു, അങ്ങനെ ഒരു പ്രയോഗം ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്ര ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കൂടി ശ്രദ്ധയുണ്ടാകണം. അത് അങ്ങനെ ചുരുങ്ങി പോകരുത്. ഒരു മതത്തിനെതിരെ മാത്രമായിട്ടല്ലത് പോകേണ്ടത്. അന്നത്തെ കാലത്ത് നടന്ന ഒന്ന്. പിന്നെ അതിനെക്കുറിച്ച് അത് പറഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ ഞാൻ ഒരു കാര്യം പറയാം. ഇതിലായിരിക്കണം ഈ ധ്യാനം നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. പോപ്പ് ബെനഡിക്റ്റ് the 16th, നമുക്കറിയാം, വലിയ ദൈവശാസ്ത്രജ്ഞനായ മാർപ്പാപ്പ പ്രത്യേകം പറഞ്ഞിരിക്കുന്നൊരു, അദ്ദേഹം ഇങ്ങനെ അപായ സൂചനകൾ മുഴക്കുന്നൊരു മാർപ്പാപ്പയായിരുന്നു.
ചിന്തയിലും സഭയിലുമൊക്കെ വരാൻ സാധ്യതയുള്ള അപകടത്തെ മുന്നിൽ കണ്ട് നേരത്തെ വാൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഒരു വാർണിംഗ് ഉണ്ട്. ഹി വാൺസ് അഗൈൻസ്റ്റ് റെഡ്യൂസിങ് പാഷൻ ടു എ പൊളിറ്റിക്കൽ സ്റ്റോറി. ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ കഥയായി ഈശോയുടെ പീഡാനുഭവത്തെ ചുരുക്കി കളഞ്ഞേക്കരുതെന്ന്. സാൻഹെദ്രീൻ സംഘത്തെയൊക്കെ ധ്യാനിച്ച് വരുമ്പോഴേ അവസാനം ഇതൊരു രാഷ്ട്രീയ കഥ മാത്രമായി ചുരുങ്ങിപ്പോകരുത്. ഒത്തിരി പേര് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് ഈശോ ഹി വാസ് ജസ്റ്റ് എ സോഷ്യൽ റിഫോർമർ, അവനൊരു സാമൂഹിക പരിഷ്കർത്താവ്, ഒരു വിപ്ലവകാരി മാത്രമായിട്ടേ കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റൂ. ദിസ് ഈസ് എ സ്പിരിച്വൽ വാർ. ദിസ് ഓൾ അബൌട്ട് സാൽവേഷൻ, ഓൾ അബൌട്ട് റിഡംഷൻ. അതുകൊണ്ട് ഇത് കേവലം ഒരു രാഷ്ട്രീയ കാര്യം മാത്രമായിട്ട് ചുരുങ്ങരുത്. ഇത് ആത്മീയ അന്ധതയുടെ വിഷയമാണ്. അപ്പുറത്ത് കർത്താവ് നമുക്ക് വാങ്ങിത്തരുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനങ്ങളെ തകർക്കുന്ന രക്ഷയുടെ അനുഭവമാണ് കർത്താവ് തരുന്നതെന്ന്. ഈ ധ്യാനം നമുക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ വിചാരണ നടക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിനെ വിചാരണ ചെയ്യുന്നവരായി മാറിപ്പോകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. അതായത് ഫാമിലി ലൈഫിൽ, കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ അജപാലന ശുശ്രൂഷയിലൊക്കെ പാലിക്കേണ്ട ഒരു കാര്യം, ഈ സാൻഹെദ്രീൻ്റെ ശൈലി ആവർത്തിക്കരുത്. കാർക്കശ്യം, കണിശത, എല്ലാം കൺട്രോൾ ചെയ്ത് നേരെയാക്കാമെന്നുള്ള വിചാരം. അങ്ങനെയല്ല. എ ഹോം ബിക്കംസ് ഹോളി നോട്ട് ബൈ സ്ട്രിക്ട്നെസ് അലോൺ ബട്ട് ഹ്യൂമിലിറ്റി ആൻഡ് ഫോർഗിവ്നെസ്. ഒരു കുടുംബമാകുന്നത് അതിൻ്റെ മേൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ നിയന്ത്രണം കൊണ്ട് മാത്രമല്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് ടോക്സിസിറ്റി ആയിട്ടാണ് മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. എളിമയിലും ക്ഷമയിലും കരുണയിലുമൊക്കെയാണ് കുടുംബങ്ങൾ നയിക്കപ്പെടേണ്ടത്, നിയന്ത്രണത്താലേ അല്ല. ഞാൻ ഈ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളുടെ മക്കളെ നിയന്ത്രിച്ച് പ്രാർത്ഥിപ്പിക്കരുത്, വല്ലാണ്ട് ടോർച്ചർ ചെയ്യരുത്. അങ്ങനെ ടോർച്ചർ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ വേണ്ടെന്ന് വെച്ചായിരിക്കും അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുങ്ങൾക്ക് ദൈവത്തെ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാനും ഇഷ്ടമാണ്. പക്ഷേ അവർക്കറിയാം ഇത് ട്രംപ് കാർഡാണ്, ഇത് തുറുപ്പ് ചീട്ടാണ്. ഞാൻ ഇതിനെ തള്ളിപ്പറഞ്ഞാൽ ഈ കാലം മുഴുവനെ ടോർച്ചർ ചെയ്തവരെ, പ്രാർത്ഥനയുടെ പേരിൽ ടോർച്ചർ ചെയ്തവരെ തോൽപ്പിക്കാനുള്ള എളുപ്പ വഴിയാണെന്നറിയാം. നിയന്ത്രണമല്ല, കാർക്കശ്യമല്ല ശൈലി എന്ന് സാൻഹെദ്രിൻ്റെ വീഴ്ചയിൽ നിന്നെങ്കിലും നമ്മൾ പഠിക്കണം. ഇത് ക്ഷമയുടെ ശൈലിയാണ്, ഇത് കാത്തിരിപ്പിൻ്റെ ശൈലിയാണ്, ഇത് കരുണയുടെ സ്നേഹത്തിൻ്റെ ശൈലിയാണ്. കർത്താവിൻ്റെ നിശബ്ദതയെ ധ്യാനിക്കണം. എല്ലാ ആരോപണങ്ങൾക്കും ഉത്തരം പറയാൻ പോകണമെന്നില്ല. ചില ആരോപണങ്ങളെ നിശബ്ദതയോടെ ഏറ്റെടുത്ത് കർത്താവിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കണമെന്ന് അർത്ഥം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, സാൻഹെദ്രിൻ സംഘം ദൈവപുത്രനായി നിന്നെ വിചാരണ ചെയ്തു. കർത്താവെ, ഞങ്ങൾക്കും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. എല്ലാം നിയമങ്ങളും ചിട്ടവട്ടങ്ങളും മാത്രമായി ചുരുങ്ങിപ്പോകുമ്പോൾ നിയമത്തിന് മുകളിൽ നിൽക്കുന്ന നിന്നെയും നിൻ്റെ കരുണയും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണ ഞങ്ങളെ എന്നും പൊതിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.